ഗം ഗണപതിയേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഡേറ്റും സമയവും കൃത്യമായി എടുത്തു വയ്ക്കുക. അതുള്ളവർ മാത്രം വിളിക്കുക. നവരാത്രിയുടെ നാളുകളാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ദേവീഭക്തൻ എന്നുള്ള രൂപത്തിൽ അമ്മയെക്കുറിച്ചല്ലാതെ ഈ സമയത്ത് മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പരാശക്തിയാണ് ഈ പ്രപഞ്ചത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് എന്ന് തന്നെ പറയാം. സൃഷ്ടിയും സ്ഥിതിയും വിനാശവും അവൾ തന്നെയാണ് വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, സൃഷ്ടിസ്ഥിതി വിനാശനാം ശക്തിഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയേ നാരായണി നമോസ്തുതേ. ജനറേറ്റ് ചെയ്യുന്നതും നീ തന്നെ, ഓർഗനൈസ് ചെയ്യുന്നതും നീ തന്നെ, ഡിസ്ട്രോയ് ചെയ്യുന്നതും നീ തന്നെ. സൃഷ്ടി സ്ഥിതി സംഹാരം, അതിൻ്റെ എപ്പോഴൊക്കെയാണോ പ്രപഞ്ചത്തിൽ അനീതി നടമാടുന്നത് അപ്പോഴൊക്കെ പല രൂപത്തിൽ പ്രപഞ്ചശക്തി അഥവാ പരാശക്തി ആവിർഭവിക്കുന്നു. ഇപ്പം തൽക്കാലം കോവിഡായിട്ടാണ് ആവിർഭവിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. തിരിയേണ്ടവർക്ക് തിരിയും, അല്ലാത്തവർ നട്ടം തിരിയും, അത്രയേ ഉള്ളൂ. അതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് കോഴിയോട് ചാല കോഴിയോട്. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 1988 ഡിസംബർ 23 രാവിലെ 8:30. ഡിസംബർ 23 രാവിലെ 8:30 സമയം. നക്ഷത്രം മകീരം. മകീര്യം അല്ലേ? പേര് ജിജേഷ് ആണ്. പേരൊന്നും വേണ്ട, പേരൊന്നും ഈ പരിപാടിയിൽ പറയാൻ പാടില്ല. നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു പോയില്ലേ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 31 വയസ്സ് കഴിഞ്ഞ് 32 വയസ്സാവുന്നു. എന്താണ്, വിവാഹം കഴിഞ്ഞോ? വിവാഹം കഴിഞ്ഞില്ല, അതിന്റെ നോട്ടത്തിലാണ്. അതാണ് കാരണം അല്ല, അത് തന്നെ അല്ല, അതിപ്പോ കണ്ണൂർ ജില്ലയിലെ എല്ലാവരുടെയും പ്രശ്നം അത് തന്നെ. പക്ഷെ നിങ്ങൾക്കത് കുറച്ച് കൂടുതലായിട്ടുണ്ട്. 7ാം ഭാവാധിപൻ ഭാവത്തിന്റെ നാശസ്ഥാനം 12-ൽ നിൽക്കുന്നു, 6ാം ഭാവത്തിൽ. അത് കാണിക്കുന്നത് വിവാഹ സംബന്ധമായ ദോഷത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മകരലഗ്നത്തിന് പൊതുവേ വിവാഹ സംബന്ധമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവുമെന്നാണ്. നിങ്ങൾ മകരലഗ്നക്കാരനാണ്, അതുകൊണ്ട് തന്നെ ഒരു തടസ്സങ്ങളുണ്ടാവും. പിന്നെ ഒപ്പം നിങ്ങൾക്കൊരു ചെറിയൊരു മടിയും ഉണ്ടാവും. മകരലഗ്നമായതുകൊണ്ട് പണ്ടൊക്കെ നിങ്ങൾ ഉത്സാഹിച്ച് പോയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലേശൊരു മടി പിടിച്ചു. ഇപ്പം നിങ്ങൾ ഉത്സാഹിക്കുന്നുണ്ട്, പക്ഷേ കാര്യം നടക്കുന്നില്ല. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിനൊക്കെ ചില ലഗ്നാധിപന് അനിഷ്ടഭാവസ്ഥിതി 12ാം ഭാവത്തിൽ നിൽക്കുകയാണ് ലഗ്നാധിപൻ. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കുമ്പോൾ അതിനൊക്കെ തടസ്സം നേരിടുമെന്നാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ദുർവിധിയാണ്. ആളെല്ലാം നല്ല മനുഷ്യൻ തന്നെ, പാവം, അങ്ങനെ ആരെയും ദ്രോഹിക്കാതെ നല്ലൊരു ചെറുപ്പക്കാരനാണ്. പക്ഷേ ഫലം വേറെയാണ്, അനുഭവം എല്ലാത്തിനും തടസ്സമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് വേണ്ട കർമ്മങ്ങളും പരിഹാരങ്ങളും ഒക്കെ ചെയ്താൽ മാത്രമേ അതെല്ലാം നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് ശരിയായ രൂപത്തിൽ നടന്നു കിട്ടുകയുള്ളൂ. അത് അതിനെക്കുറിച്ച് നിങ്ങൾ ഇവിടെ കാണുന്ന നമ്പറിൽ ഈ പരിപാടി കഴിഞ്ഞാൽ വിളിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ആയിക്കോട്ടെ. അതല്ലാതെ വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ലല്ലോ.
തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും അതിൽ തൊഴിൽ സംബന്ധമായ അതിപ്പം ഒരു മോശമില്ലാതെ പോകുന്നുണ്ടല്ലോ. വ്യാഴദശയാണല്ലോ, അതിന് ഞാൻ ഇവിടെ ഒരു തടസ്സവും ഞാൻ കാണുന്നില്ല. ഒരു മാന്യമായ വരുമാനവും മാന്യമായ തൊഴിലും നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. അതിന് എന്തെങ്കിലും അതിന് ദോഷങ്ങൾ വരണമെങ്കിൽ നിങ്ങളുടെ സമയദോഷം ആരംഭിക്കുക ഈ വ്യാഴം കഴിഞ്ഞാലാണ്, 36 വയസ്സ് കഴിഞ്ഞാൽ. വ്യാഴം എന്തായാലും നിങ്ങളെ പരമാവധി രക്ഷിക്കാൻ നോക്കുക. ഇനി 2-3 കൊല്ലം കൂടി ഉണ്ട്. ചോദിച്ചോളൂ. അപ്പോ ഈ വിവാഹം എന്ന് പറഞ്ഞാല് അപ്പൊ ഈ ടൈമിന് നടക്കൂ? വിവാഹം യാതൊരു സംശയമില്ല, വിവാഹം ഇപ്പൊ നടത്തിയേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ എന്നെ ബന്ധപ്പെടണമെന്ന് പറയാൻ കാരണം. നിങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾ പിന്നെ വല്ലാതെ ഇതായി പോകും. പിന്നെ ശനി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആകെ 3 കൊല്ലക്കാലം നിങ്ങൾ ചക്രശ്വാസം വലിച്ചു പോകും. അങ്ങനെ ഒരു സമയമാണ്. ആ സമയം നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം പോലും വന്നേക്കാനുള്ള സാഹചര്യമുള്ള സമയമാണത്, 35 വയസ്സ് കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കണം. കല്യാണം എന്തായാലും അതിനു മുമ്പ് വേണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ എന്നെ ബന്ധപ്പെടണമെന്ന് പറഞ്ഞത്. ഓക്കെ ശരി. ഏത് നമ്പറിൽ വിളിക്കാം? ഈ നമ്പറിൽ ഈ കാണുന്ന 9388504419. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ദേവിയുടെ ഈ നാളുകൾ ദേവി ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അതിന് പരമപ്രാധാന്യം കൽപ്പിച്ചു പോരുന്നു. കാരണം ദേവി എളുപ്പം സംപ്രീതിയാവുമെന്നുള്ളതാണ് നവരാത്രിയിലെ പ്രത്യേകത. ചെറിയ ചില പൂജകളാലും അല്ലെങ്കിൽ സ്തോത്രങ്ങളാലൊക്കെ ദേവിയെ നമുക്ക് പെട്ടെന്ന് സന്തുഷ്ടയാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദേവി സംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാഴ്ചപ്പാടുള്ളവർ അത് ചെയ്യാറുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്തവണ നവരാത്രിയുടെ ആഘോഷങ്ങളെല്ലാം കുറച്ച് കഷ്ടത്തിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ കോവിഡിൻ്റെ പ്രളയമാണല്ലോ ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മാത്രമല്ല, ഇപ്പം മൈസൂര് ദസറ, നമ്മുടെ തന്നെ ഇന്ന് രാവിലെ പത്രത്തിൽ വായിച്ചു, കണ്ണൂർ ദസറ ഒഴിവാക്കി. കണ്ണൂർ മുനീശ്വരൻ കോവിലിൽ എല്ലാ വർഷവും നവരാത്രിയോടനുബന്ധിച്ചിട്ട് നടക്കുന്ന മഹോത്സവം അതിൻ്റെ ഭാരവാഹികൾ ഒഴിവാക്കിയിട്ടാണുള്ളത്. ചടങ്ങ് മാത്രം നടത്തുക എന്നാണ്. അത് ഓരോ അമ്പലക്കാരും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ മൂകാംബികയിൽ തന്നെ ഭക്തന്മാരെ ഞങ്ങൾ ക്ഷണിക്കുന്നില്ല എന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നത്. അതായത് കഴിയുന്നിടത്തോളം ഭക്തന്മാർ വരണ്ട, വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, നിയന്ത്രണം വിട്ടു കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ രഥോത്സവമെല്ലാം ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റുകയും ക്ഷേത്രത്തിൻ്റെ അകത്ത് ജനങ്ങളെ പുറത്താക്കിയിട്ട് മാത്രമേ ഇപ്രാവശ്യം രഥോത്സവം നടത്തുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ, ആ ചെറിയ രഥോത്സവം, വലിയ രഥോത്സവമല്ല ഞാൻ പറയുന്നത്. മതിൽക്കെട്ടിൻ്റെ അകത്ത് നടക്കുന്ന രഥോത്സവവും പുറത്തുള്ള രഥോത്സവവുമുണ്ട്. അകത്തുള്ള രഥോത്സവവും നവരാത്രിക്കാണ് നടക്കുക. അത് ചെറിയ രഥമാണ്, പുഷ്പാലങ്കൃതമായ രഥത്തിൽ ദേവിയെ ഇരുത്തിക്കൊണ്ടുള്ള ചടങ്ങാണത്. അതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ, ഡേറ്റ് പറഞ്ഞോളൂ. 1972 ഓക്കെ. ഫെബ്രുവരി 15. ശരി, സമയം പറയൂ. വൈകുന്നേരം 5:36. ആരുടേതാണ്? എൻ്റെ തന്നെയാണ്. നിങ്ങളുടെ നക്ഷത്രം ചതയം നക്ഷത്രം. എന്താണ് അറിയേണ്ട വിഷയം? അസുഖങ്ങളല്ലേ? ശനിയാണെന്ന് അറിയില്ലേ? തീരാനായി. ഇനി ഏതാണ്ട് ഒരു 1.5 വർഷം മാത്രമേ ഉള്ളൂ. 1.5 വർഷമുണ്ട്. പക്ഷേ ഒന്നും നിങ്ങൾക്ക് അങ്ങനെ ഒരു മാരകമായിട്ടൊന്നും മാറുന്നില്ലല്ലോ. ചെറിയ പിന്നെ നിങ്ങൾക്ക് ഭയം കൂടുതലാണ്, അതാണ് പ്രശ്നം. ചെറിയ അസുഖം വരുമ്പോൾ ഞാൻ ചത്തുപോകുന്നല്ലോ നിങ്ങൾ സ്വയം അങ്ങ് ചിന്തിക്കുകയാണ് അല്ലേ? അതെ, അതൊക്കെ നിസ്സാരപ്പെട്ട അസുഖങ്ങളാണ്. നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയാണ് പ്രശ്നം. നിങ്ങൾക്ക് ടെൻഷനാണ് ഭയങ്കരം. അപ്പോൾ ചെറിയ അസുഖങ്ങളെ പോലും നിങ്ങൾ വല്ലാതെ അങ്ങോട്ട് കണ്ടു കളയുന്നു.
അത് പാടില്ല സഹോദരി, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. കാരണം നമ്മളെ ശരീരം എന്നുള്ള അതിന് ഒരു എന്തായാലും ഒരു 10-40 സ്ത്രീകൾക്കാണെങ്കിൽ ഒരു 40-45 അവരുടെ കോശങ്ങൾക്ക് ക്ഷയം വരും. പുരുഷന്മാർക്കാണെങ്കിൽ ഒരു 50 ശേഷം അവരുടെ കാര്യവും കുറേശ്ശെ പുറകോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പം 48 വയസ്സായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുറേശ്ശെ ചെറിയ ഇതൊക്കെ കാണിക്കും. എന്താ ഈ കൂച്ചൽ കടച്ചൽ എന്നൊക്കെ നമ്മളെ നാടൻ ഭാഷയിൽ പറയുന്ന പരിപാടി. അതേ ഞാൻ പറഞ്ഞത് അതൊക്കെ സർവ്വസാധാരണമാണ്. നിങ്ങളുടെ പ്രായത്തിലുള്ള ഏതൊരു സ്ത്രീയോട് ചോദിച്ചാലും ഇതെല്ലാം അവർക്കും ഉണ്ടാവും. അത് ആദ്യം മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, പക്ഷെ നിങ്ങളതിനെ കാണുന്ന രീതിയാണ് തെറ്റ്. നിങ്ങൾ കുറച്ച് കനത്ത രൂപത്തിൽ കണ്ടു കളയുന്നു. ഇതൊക്കെ എന്തോ ഭയങ്കര സംഭവമാണെന്ന് ഒന്നുമല്ല. ഇതൊക്കെ അങ്ങനെ അങ്ങ് കടന്നു പോകും. അതുകൊണ്ട് ഏതായാലും പിന്നെ ശനി 11 നിങ്ങളെ അത് നശിപ്പിക്കുന്ന ശനിയൊന്നുമല്ല. ഈ ശനി തന്നെയാണല്ലോ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളെല്ലാം വന്നതും ഈ ശനി തന്നെയാണല്ലോ. അതും മനസ്സിലാക്കണ്ടേ. നിങ്ങളങ്ങനെ 31 വയസ്സിന് ശേഷമാണല്ലോ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളെല്ലാം വന്നത്. പിന്നെ അതുകൊണ്ട് പക്ഷേ എന്താണ് ഞാൻ പറയുക, ഈ ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ ചില പ്രയാസങ്ങളൊക്കെ മനുഷ്യർക്ക് സർവ്വസാധാരണമായിട്ട് ഉണ്ടാവുന്നതാണ് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ. അതിന് അമിത പ്രാധാന്യം കൊടുക്കരുത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും അസുഖം നിങ്ങളെ കൂടുതലായിട്ട് വിഷമിക്കുന്നുണ്ട്, ആ സമയത്ത് നിങ്ങൾ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഏതായാലും നിങ്ങളുടെ ആയുസ്സിനോ അതേപോലുള്ള മറ്റു കാര്യങ്ങൾക്കോ ഒന്നിനും ഒരു തടസ്സവും ഞാനിവിടെ കാണുന്നില്ല. ഒരു കാരണവശാലും നിങ്ങൾക്ക് ദീർഘായുസ് തന്നെ ഉള്ള ഒരു സ്ത്രീ തന്നെയാണ് നിങ്ങൾ. അതിനെപ്പറ്റി യാതൊരു സംശയമുള്ള ഭയവും നിങ്ങൾക്ക് ആവശ്യമില്ല. നന്നായിട്ട് ഈ ജീവിതം നിങ്ങൾക്ക് ജീവിച്ച് തീർക്കാനാവുമെന്ന് തന്നെയാണ് ഞാൻ ഫലം പറയുന്നത്. മഹാരോഗിയായി കിടക്കാനും വിധിയില്ല. ഓക്കെ, എങ്ങനെ അത് ഇന്ന് മുതൽ ആ ഭയം കൊണ്ട് മാറ്റൂ. ഈ ചിന്ത തന്നെയാണ് നിങ്ങളെ കിടത്തുക, അത് മനസ്സിലാക്കുക. ഈ ചിന്ത നിങ്ങൾ ഒഴിവാക്കൂ. ഇന്ന് മുതൽ ഒരു ദേവി ഭക്തനായ ഒരു മനുഷ്യൻ നവരാത്രി വ്രതമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയല്ലേ നിങ്ങളോട് പറഞ്ഞത്. ഞാനിപ്പോ വ്രതത്തിലാണ്. ശരി, അപ്പൊ പിന്നെ നിങ്ങളോട് പറയുന്നത് ദേവി തന്നെയാണെന്ന് നിങ്ങളങ്ങ് ഉറപ്പിക്കൂ. അപ്പോൾ ദേവി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് എന്ന കാര്യം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഇതേ ടെൻഷൻ കൊണ്ടു നടന്നാൽ നമ്മൾ തമ്മിൽ തെറ്റും. ശരി, ദേവി രക്ഷിക്കട്ടെ നിങ്ങളെ. മക്കളെ കൊണ്ടൊന്നും ഈ വിഷയത്തിൽ നമ്മൾ പറയണ്ട. അത് മക്കളെ ജാതകം വെച്ച് പിന്നെ ചിന്തിക്കും. മക്കളൊക്കെ നന്നായി വരും. ഓക്കെ, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ഈ നവരാത്രി നാളുകളിൽ ദേവിയെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഫലം 10 മടങ്ങായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചിട്ടും ദേവിയെ ക്ഷേത്രത്തിലൊന്നും നമുക്ക് അറിയാമല്ലോ, എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പോൾ അങ്ങനെ ആയിട്ടാണല്ലോ ഉള്ളത്. എല്ലാം ചില ക്ഷേത്രങ്ങൾ പുറത്തു നിന്ന് തൊഴാൻ അനുവദിക്കുന്നു, ചില ക്ഷേത്രങ്ങളിൽ അതും അനുവദിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ശബരിമലയിൽ പോലും 250 ആളല്ലേ, 250 ആൾ അവിടെ പോയിട്ട് എന്തോന്ന് കാണിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ ആകെ കൈവിട്ടു പോകും കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ആ തീരുമാനം. അതിനൊന്നും തെറ്റു പറയാൻ പറ്റില്ല. അതുപോലെ ക്ഷേത്രത്തിൽ ഇപ്പോൾ മൂകാംബിക ക്ഷേത്രം എന്തിനാണ് അവിടെ നവരാത്രിക്ക് അവരെടുത്തിരിക്കുന്ന ആ തീരുമാനം തെറ്റു പറയാൻ പറ്റുമോ? കാരണം ഞാൻ അതിലൊക്കെ പങ്കെടുത്തതാണ്. ഇപ്പം 5-10 കൊല്ലമായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ വലിയ രൂപത്തിൽ നവരാത്രി ആഘോഷമുള്ളത് കൊണ്ട് അതിന് മുമ്പെയാണ് ഞാൻ നവരാത്രിയുടെ തേരൊക്കെ വലിച്ചത്. ആ സമയത്ത് ഒരു തവണ ശ്വാസം മുട്ടിപ്പോയിരുന്നു എനിക്ക് തന്നെ. കാരണം ആകെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുക ഒരു 4000-5000 ആളുകൾക്കാണ്. അതിന് 10,000 ആൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ അവസ്ഥ കഥ മാറിയില്ലേ. അപ്പോൾ അത്തരം ഒരവസ്ഥ ഇങ്ങനെയുള്ള ഈ കോവിഡിൻ്റെ കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് കഥ? ഒരാൾക്കതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ എല്ലാവർക്കും പിടിക്കില്ലേ? അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ ദൈവത്തിനെ കാണാൻ പോയിട്ട് കൂടുതൽ ദുരന്തം വന്നിട്ട് വരുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ ക്ഷേത്രക്കാർ തന്നെ അതിൻ്റെ വേണ്ട പണിയൊക്കെ എടുക്കുന്നതല്ലേ. ഏതായാലും ഒരു കോളുണ്ട്, വീണ്ടും ഇതിലേക്ക് വരാം. ഹലോ. ഹലോ, എവിടുത്താണ് വിളിക്കുന്നത്? കണ്ണൂരിന്നാണ്. പറയൂ, ഡേറ്റ് പറയൂ. 1991 ജൂലൈ 22.
സമയം പറയൂ. സമയം വൈകുന്നേരം 3:30 4:30 ഇടയിൽ, കൃത്യമായിട്ട് അറിയില്ല. അതാണ്. അതെങ്ങനെ, ആരാണ് ഇത്? നിങ്ങളുടെ ആരാണ്? ഞാൻ തന്നെയാണ്. അതെന്താണ്, വീട്ടില് അമ്മയോ അച്ഛനൊന്നും ഇല്ലേ? അവർക്കൊന്നും അറിയില്ലേ? ഹലോ, 3-നും 4-നും ഇടയിലാന്നേരം. എന്നാലും ഇത് അത്രയല്ലേ വയസ്സായുള്ളൂ, 91-ലല്ലേ ജനിച്ചത്. പ്രസവിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഏതാണ്ടൊരു നമ്മളാ വേദനയില് നമ്മള് അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആശുപത്രിക്കാരെ എഴുതി തന്നിട്ടുണ്ടാവൂലേ സമയം? അവര് എഴുതി തന്നിട്ടില്ല, അവര് പറഞ്ഞു തന്നിട്ടില്ലേ നമുക്ക്. നമ്മളടുത്തുള്ള ഒരു ആസ്പത്രിയിലാ പ്രസവിച്ചത്. അത് ഏത് ഹോസ്പിറ്റലാണ്? അവിടെ പോയിട്ട് ചെറിയ ആസ്പത്രി എന്ന് പറയുന്ന. അതെ, നിങ്ങൾ അവിടെ പോയിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കണം. അവിടെ ഉണ്ടാവുമല്ലോ സമയം ഉണ്ടാവും. പിന്നെന്താ, അതൊന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലേ? പ്രൈവറ്റ് അല്ല, ഗവൺമെന്റിന്റെ. ഗവൺമെന്റ് ആയാലും ഉണ്ടാവും. ഡിസ്പെൻസറി തലശ്ശേരി നിന്നൊക്കെ 50 കൊല്ലം മുമ്പുള്ളവരെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയാൽ കിട്ടും. സംഗതി എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ പോയിട്ട് അന്വേഷിക്കൂ. ഇങ്ങനെ സമയം പറഞ്ഞാലൊന്നും ജ്യോതിഷത്തിൽ പിന്നെ ഒരു സുമാറായി പോവും. അത് പിന്നെ നമുക്ക് പിന്നെ അല്ലെങ്കിൽ നേരിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അയാളുടെ ലക്ഷണങ്ങളും അയാളുടെ അനുഭവങ്ങളൊക്കെ ചോദിച്ചിട്ടൊരു നിഗമനത്തിൽ എത്താൻ പറ്റും. ലഗ്നം പ്രധാനമാണ്. ഇത് വെച്ചിട്ട് ഇപ്പം പിന്നെ നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട പിന്നെ ഇപ്പം നടക്കുന്നത് ശുക്രദശയാണ്. ഈ ജാതകം പ്രകാരം വെച്ചിട്ട് ശുക്രൻ വലിയ കുഴപ്പമില്ലാതെ ഇതാണ്. ഇയാൾ നന്നാവേണ്ട സമയമായി. നന്നായിട്ടില്ലേ? ഇല്ല, നന്നായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കൃത്യമായ ഒരു അവസ്ഥയാവണമെന്നില്ല. അപ്പം നിങ്ങൾ പറയുന്ന സമയം വെച്ചിട്ട് നന്നാവേണ്ട ഇതായി. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അരമണിക്കൂർ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വേദനയിലായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ പേറ്റ് നോവിൻ്റെ വേദനയിൽ നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലെന്നാണല്ലോ പറയുന്നത്. ഇയാളെ ലക്ഷണം ഒന്ന് ചോദിച്ചോട്ടെ. ഇയാള് ഈ എല്ലാം രഹസ്യങ്ങളെല്ലാം അങ്ങനെ പറയാതെ കൂട്ടത്തിലാണോ? പറയാതെ കൂട്ടത്തിലാണ്. എല്ലാം മനസ്സിലിട്ട് അടക്കുകയുള്ളൂ. അപ്പോ രക്ഷപ്പെടാനായിട്ടില്ല. അപ്പോ ഇയാൾ ചെറുപ്പത്തിൽ എന്തെങ്കിലും വ്യാധി ഉണ്ടായിരുന്നോ? ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അപ്പോൾ നിങ്ങൾ പറഞ്ഞ കുറച്ച് മുമ്പോട്ടായിട്ട് വരും സമയം. കുറച്ച് മുമ്പോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സമയപ്രകാരമാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പഠിക്കാനും ചെയ്തു, പക്ഷെ ജോലിയൊന്നും ആയി. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പോ എനിക്ക് ഇപ്പോ ഏതാണ്ടൊരു ഐഡിയ കിട്ടുന്നുണ്ട് നിങ്ങളെ മകന്റെ. പിന്നെ അച്ഛന്റെ സ്ഥിതി എന്താണ്? അച്ഛനില്ല. എന്നാ പറയണ്ട. എന്നാ അത് നിങ്ങളുടെ സമയം, മോന്റെ സമയം ഏതാണ്ട് ഒരു നിങ്ങൾ ഈ പറഞ്ഞതിനകത്തും കുറച്ചുകൂടി പുറകോട്ട് പോകും സമയം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു 3:30 മുമ്പായിട്ട് നിങ്ങൾ പ്രസവിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ 4 ഒന്നും അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതാണ് ആദ്യം ചോദിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പം ഏതാണ്ട് അതായത് ചെറുപ്പത്തിൽ വ്യാധി ഉണ്ടാവും, അച്ഛൻ മരിച്ചു പോകും. ജനക ഗുരുവിയുക്ത ശൈശവേ വ്യാധിദശ്ച നരപതി. പിന്നെ എന്താണ്, ചെറുപ്പത്തിൽ വ്യാധി ഉണ്ടാവുകയും അച്ഛൻ മരിച്ചു പോവുകയും ചെയ്യുക എന്നുള്ളത് പൊതുവെ വൃശ്ചിക ലഗ്നക്കാരുടെ ഇതായിട്ട് ഫലം പറയുന്നു. ജനക ഗുരുവിയുക്ത, ചെറുപ്പത്തിൽ പിതാവ് നഷ്ടപ്പെടുക. ശൈശവേ വ്യാധിദശ്ച, ചെറുപ്പം കുഞ്ഞായിരിക്കുമ്പോൾ വ്യാധി ഉണ്ടാവുക. പിന്നീട് പറയും നരപതി കുലപൂജ്യ, അത് രാജാവിനാൽ മാനിക്കപ്പെടുമെന്നൊരു ഫലം വരാനുണ്ട്. അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അവാർഡൊക്കെ കിട്ടിപ്പോകാം. വല്ല ഈ വരക്കുന്നതോ എഴുതുന്നതോ അങ്ങനെ വല്ല സംഭവം ഉണ്ടോ? ഇല്ല. ചിത്രകലയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല. ഇങ്ങനെ എന്തോ ഒരു സംഗതി ഇയാൾക്ക് വരാനുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇയാൾക്ക് വരാനുണ്ടെന്നാണ് ഞാൻ ഫലം പറയുന്നത്. കുറേയും കൂടി അത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. ഏതായാലും പിന്നെ നിങ്ങളുടെ മകൻ എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് വരും. അത് ഇത്തരം വ്യക്തികൾ കുറച്ച് പതുക്കെ മാത്രമേ ഉണ്ടാവൂ പുരോഗതി. കല്യാണമൊക്കെ അതേപോലെ തന്നെ കല്യാണം കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പം പെട്ടെന്ന് നോക്കിയാൽ വല്ലതും പറയുന്നുണ്ടോ പുള്ളിക്കാരൻ? ഒരാളുണ്ട്. അതെ, അതാ ഞാൻ ചോദിച്ചത് പറയുന്നുണ്ടോന്ന്.
ഒരിക്കലും വീടിന്റെ സ്ഥലം എടുത്തിന്നല്ലാണ്ട് ഒന്നും മുന്നോട്ട് പോകുന്നില്ല. ശരിയാ. അത് വീടിന്റെ അതൊക്കെ നിങ്ങളുടെ ഫലമല്ലേ, ഇയാളുടെ ഫലമല്ലല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ മകന്റെ ഫലം ചിന്തിക്കുമ്പോൾ മകന് പിന്നീട് വീടൊക്കെ ഉണ്ടാവും. ഇപ്പം കല്യാണവും ഇപ്പം കുറച്ച് തടസ്സപ്പെടുമെന്നാണ് കാണുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ കല്യാണം നടക്കട്ടെ, അതിനുശേഷം പിന്നെ ഇയാളുടെ ഫലം. മറ്റേതൊക്കെ നിങ്ങളുടെ ഫലത്തിലാണ് ചിന്തിക്കുക. അത് നിങ്ങൾ പിന്നെ എന്നെ ഒന്നുകിൽ എന്നെ ഈ പരിപാടിയിൽ തന്നെ വിളിച്ചുകൊണ്ടിരുന്നാൽ കിട്ടും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ ഈ പരിപാടി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഓൺലൈനിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ വിളിച്ചാലും കിട്ടും. അന്നേരം പൈസ തരേണ്ടി വരുന്നു മാത്രം. ഇപ്പം ഫ്രീ ആണ്. ഓക്കെ 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 ശരി. അപ്പം ഞാൻ പറഞ്ഞത് ഈ ദേവിയുടെ ഈ നാളുകൾ നമ്മൾ അതിനെ പ്രത്യേകം കണക്കിലെടുക്കുക തന്നെ വേണം. എന്താണ് ഞാൻ ആദ്യം ചൊല്ലിയതുപോലെ പിന്നെ സൃഷ്ടിസ്ഥിതി വിനാശം, സൃഷ്ടിയും സ്ഥിതിയും നാശവും ദേവി തന്നെയാണ് വരുത്തുന്നതെന്നാണ്. അതിനിപ്പോൾ ദേവി പല ഉപാധികളും കണ്ടുവെക്കും. അപ്പോൾ അതിനെ ലോകത്തിൽ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചില വല്ലാത്തൊരവസ്ഥ മനുഷ്യർ തമ്മിൽ വെറുതെ മതത്തിൻ്റെ പേരിലും മറ്റു പല കാര്യങ്ങളുടെ പേരിലും ആധിപത്യത്തിൻ്റെ പേരിലും രാജ്യങ്ങൾ കൈയടക്കേണ്ടതിൻ്റെ പേരിലും മറ്റൊക്കെ പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള മോശം പ്രവണതകൾ ഉയർന്നു വന്നു. അപ്പോൾ അതൊന്നും പരാശക്തിക്ക് അങ്ങോട്ട് പിടിച്ചു കാണില്ല. അത് ശുദ്ധ സ്നേഹത്തിൻ്റെ മാത്രം ഒരു സംഭവമാണ് ഈ പരാശക്തി. അതിനിതൊന്നും പിടിക്കില്ല. അങ്ങനെയാണ് ഈ ലോകത്തിൽ അതിനൊരു അറുതി തൽക്കാലം വേണമല്ലോ. ഇപ്പം അന്തരീക്ഷം എല്ലാം മാറിയല്ലോ. അത്തരത്തിലുള്ള ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തേണ്ട കാര്യമൊന്നും ഇപ്പം പറയുന്നില്ലല്ലോ. അമേരിക്ക ആയിരുന്നല്ലോ ഏറ്റവും മോശമായിട്ട് ലോക പോലീസിങ് കളിച്ചത്. ഞങ്ങളാണ് ലോകത്തിൻ്റെ പോലീസ്, നിങ്ങളൊക്കെ അടങ്ങി നിന്നോ എന്നുള്ള രൂപത്തിലുള്ള ഒരു രീതി അമേരിക്കക്കുണ്ടായിരുന്നല്ലോ. ആ അമേരിക്കയിലാണല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചുപോയത്. അപ്പോൾ അവരുടെ അഹങ്കാരം ഇപ്പം പോയ വഴിയില്ലല്ലോ. നമ്മളെല്ലാം അവരെ കണ്ണിൽ വെറും 3-4 ലോക രാജ്യങ്ങളെ പോലത്തെ രാജ്യങ്ങളല്ലേ, വികസിത രാഷ്ട്രം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അവരുടെയൊക്കെ കണ്ണിൽ നമ്മളൊന്നും വലിയ ആളൊന്നുമല്ല. അപ്പം അതുകൊണ്ട് അവരെയൊക്കെ അഹങ്കാരം അങ്ങ് ആകാശം മുട്ടെ പോയിരുന്നു. ഇപ്പോൾ അഹങ്കാരമൊക്കെ നശിച്ചില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ട്രംപിൻ്റെ അഹങ്കാരവും പോയില്ലേ? ട്രംപ് ഇപ്പം പ്രസിഡന്റ് പണിക്കൊന്നും തെറിച്ചു പോകുന്നാവും കേൾക്കുന്നത്. ഏതൊരു കോളുണ്ട്, ഞാൻ ഇതിലേക്ക് വരാം. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പിണറായി പറയൂ, ഡേറ്റ് പറയൂ. 93 മാസം ഏപ്രിൽ 28. സമയം 8:30. 8:30 PM. ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ? ആൺകുട്ടിയാണ്. രോഹിണി നക്ഷത്രം. 28 ഏപ്രിലാണല്ലേ? 28-ാം തീയതി ഏപ്രിൽ. ശരി. പുണർന്ന നക്ഷത്രം. ആൺകുട്ടിയാണ്. എന്താണ് അറിയേണ്ട വിഷയം? കല്യാണം ഇവിടെ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. എല്ലാ തരത്തിലും നല്ല മാർച്ചിന് മുമ്പേ കല്യാണം നടത്താൻ സാധിക്കുമല്ലോ. പെണ്ണ് നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ ചന്ദ്രന്റെ അപഹാരമാണ്. ശ്രമിച്ചാൽ മാർച്ചിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ജോലി എന്താണ് ഇപ്പം എന്താ കുഴപ്പം? എന്താണ് ജോലി ഇപ്പം ചെയ്യുന്നില്ലേ? പിന്നെ എന്താണ് ശമ്പളം? അല്ല ഇപ്പം പിന്നെ ശമ്പളത്തിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ടോ? അല്ല ഇതിന്റെ കോവിഡിന്റെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അത് പക്ഷെ കൂട്ടണ്ട, അത് മൊത്തത്തിലുള്ളതല്ലേ. അതിൽ ഇവിടെ ഇപ്പം ബുധന്റെ ദശയിൽ എല്ലാ തരത്തിലുള്ള ഇതും വരുമെന്നാണ് കാണുന്നത്. ഇവിടെ താൽക്കാലികമായിട്ട് ചില പ്രതിസന്ധികൾ വരുന്നൊന്നും കൂട്ടണ്ട. അപ്പോൾ ഇപ്പം വീട്ടിൽ നിന്നാണോ വർക്ക് ചെയ്യുന്നത്? വർക്ക് ഫ്രം ഹോം ആണ് ഇപ്പം. ശരി. അപ്പോൾ അതിപ്പം മൊത്തത്തിലുള്ള ഒരു ക്ഷീണം ഉണ്ടാവും, ചെറിയൊരു കട്ടിങ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം അങ്ങോട്ട് മാറി വരും. ഒരു
കുറച്ചു കാലം കഴിയുമ്പോൾ. ഇപ്പോൾ ഏതായാലും ഈ കല്യാണത്തിൻ്റെ കാര്യം വേഗം നോക്കൂ. അതിപ്പോഴാണ് അതിൻ്റെ ഏറ്റവും അനുകൂല സമയം. അടുത്ത മാർച്ച് വരെയാണ് അതിൻ്റെ അനുകൂല സമയം. ചന്ദ്രൻ ഇയാളുടെ ജാതകത്തിൽ ഭാഗ്യാധിപനും കൂടിയാണ്. ആ ചന്ദ്രനെ ഒന്ന് ഈ സമയം ഒന്ന് ഉത്സാഹിച്ച് നോക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ ഇതില്ല. പിന്നെ ഈ 7ാം ഭാവത്തിൽ കേതു നിൽക്കുന്ന ജാതകമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടും. അതിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പിന്നെ നേരിട്ട് നിങ്ങൾ എന്നെ ബന്ധപ്പെടണം. അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ സാധ്യതയുണ്ട് ഇവിടെ. അപ്പോൾ അത് അത്തരത്തിലുള്ള എങ്ങനെ അല്ല, പിന്നീട് ഒരു വർഷം അത്ര ഗുണമല്ല. സർപ്പത്തിന്റെ അപഹാരം വരുമ്പം പിന്നെ വളരെ നന്നായി. സർപ്പം കല്യാണം കഴിപ്പിക്കാൻ വലിയ മിടുക്കനാണ്. അപ്പോൾ അത് പിന്നെ 21 കഴിയേണ്ടി വരും ഈ പറഞ്ഞ പീരീഡിനുള്ളിൽ കഴിഞ്ഞില്ലെങ്കിൽ. 22-ലായിരിക്കും പിന്നെ കല്യാണത്തിൻ്റെ. അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഈ മാർച്ചിനുള്ളിൽ പരമാവധി നോക്കും. ഓക്കെ ഓക്കെ. എങ്ങനെ അച്ഛനും അമ്മേൻ്റെയും പുരോഗതി ഇനിയിപ്പം നിങ്ങൾക്കൊക്കെ ഇപ്പം 50 വയസ്സെല്ലാം കഴിഞ്ഞവരല്ലേ. അച്ഛനും അമ്മേൻ്റെയും പുരോഗതി മക്കളെ കൊണ്ട് ഇയാളെ കൊണ്ട് മോശമൊന്നും വരില്ല. അച്ഛനും അമ്മക്കൊക്കെ നല്ലത് തന്നെയാണ്. ഞാൻ വിചാരിച്ചു നിങ്ങളുടെ പുരോഗതിയാണ് ചോദിക്കുന്നതെന്ന്. നിങ്ങൾക്ക് ഇനി വയസ്സാം കാലത്തിന് എന്ത് പുരോഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് മോനെ കൊണ്ട് ഇയാളെ കൊണ്ട് നിങ്ങൾക്ക് പുരോഗതി വരും, അത് സംശയമില്ല. ഓക്കെ, ശരി ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പിന്നെ ദേവി വിഷയത്തിൽ നമ്മൾ ദേവിയെ ആരാധിക്കാൻ ഏറ്റവും കൂടുതൽ സ്തോത്രങ്ങളാൽ തന്നെയാണ് നമ്മൾ സാധാരണ മനുഷ്യന്മാർക്ക് പറ്റുക. മറ്റേത് വലിയ ഉപാസകന്മാർക്കാണ്. അവർ മന്ത്രജപവും മറ്റൊക്കെ ദേവിയെ സാക്ഷാത്കരിക്കുന്നത് മറ്റു തരത്തിലാണ്. മറിച്ച് സാധാരണ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് ദേവീക്ഷേത്ര ദർശനത്താലും ദേവിയുടെ സ്തോത്രങ്ങളാലും മറ്റൊക്കെയാണ് അത് നേടിയെടുക്കുക. തീർച്ചയായിട്ടും അമ്മേ എന്നുള്ള അകമഴിഞ്ഞ മനസ്സ് സമർപ്പിച്ചുകൊണ്ടുള്ള വിളിയിൽ തന്നെ അമ്മ സംപ്രീതിയാവുമെന്നാണ്. പക്ഷെ വിളിക്കേണ്ട പോലെ വിളിക്കണം. പിന്നെ സമയം കിട്ടുമ്പോൾ ചെയ്യാം എന്നുള്ളവർ അങ്ങോട്ട് പരിഗണിക്കാറില്ല. അതായത് ഇപ്പോൾ ഒരു ജപം ചെയ്യുന്നു, അല്ലെങ്കിൽ ലളിതാസഹസ്രനാമം ജപിക്കുന്നു, ഇന്നെനിക്ക് സമയമില്ല അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ എന്നുള്ള അത്തരം ഭക്തന്മാരെ കണക്കിലെടുക്കാറില്ല ദേവി, അത് ഓർമ്മിക്കുക. പിന്നെ നല്ല കാലം വരുമ്പോൾ മറന്നു പോകുന്നവനെയും മൈൻഡാക്കാറില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്. ചിലർക്കുണ്ട്, അവർ മോശം കാലത്ത് അവർ ദേവിയെ ഭയങ്കരമായിട്ട് വിളിക്കും. അത് കഴിഞ്ഞ് ഇവൻ്റെ ഒടുക്കത്തെ കരച്ചിൽ കണ്ടിട്ട് പിന്നെ ഇവനെന്തെങ്കിലും ചെയ്തു കൊടുത്തേക്കാം എന്ന് ദേവി വിചാരിക്കുന്നു. അങ്ങനെ അവനെ ഒന്ന് അനുഗ്രഹിക്കുന്നു. പിന്നെ അവന് തിരക്കായി, ബഹളമായി, വണ്ടിയായി, കാറായി, ഓട്ടമായി, പരക്കം പാച്ചലായി. പിന്നെ ദേവിയുടെ മുമ്പിൽ ഒരു 2 തിരി വിളക്ക് പോലും കത്തിക്കില്ല. ഒരു ദേവിയുടെ ഒരു അഷ്ടകം പോലും, അതായത് മഹാലക്ഷ്മി അഷ്ടകം ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇതായിട്ട് പറയുന്നു. ദേവീ സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനം മഹാലക്ഷ്മിക്കാണല്ലോ. നമുക്ക് ധനം വേണമല്ലോ. അത് സരസ്വതിയും വേണം, കാളിയും വേണം. പക്ഷെ മഹാലക്ഷ്മിക്ക് പ്രത്യേകതയുണ്ടല്ലോ. അപ്പം മഹാലക്ഷ്മിയെ വെറും അഷ്ടകത്താൽ തന്നെ തൃപ്തിയാക്കാൻ പറ്റുമോ എന്നാണ് പറയുന്നത്, തുഷ്ടയാക്കാൻ പറ്റുമെന്നാണ്. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സ്വരപൂജിതേ എന്നുള്ള ആ 8 അഷ്ടകം, അതിന് വലിയ പ്രാധാന്യമുണ്ട്. ശങ്കരാചാര്യരാണത് എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇതിലേക്ക് വരാം. ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 1995 വളരെ വേഗത്തിലാണല്ലോ. മെയ് 6 10:10 PM. ആരുടേതാണ്? പൂയ നക്ഷത്രം.
എന്താണ് അറിയേണ്ട കാര്യം പറയൂ. ജോലിന്റെ കല്യാണത്തിന്റെ അറിയാൻ വേണ്ടിട്ട്. ജോലി എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? ഓളിപ്പം B.Ed എല്ലാം കഴിഞ്ഞു. ശരി, ജോലി ചേർന്നില്ലേ എന്നിട്ട്? ഇല്ല, ജോലിയൊന്നും ആയില്ല. ഇല്ല. ശരി, ഇപ്പം 29 വയസ്സ് വരെ നടക്കുന്നത് ബുധന്റെ ദശയാണ്. അപ്പോൾ ആ ബുധന്റെ ദശയിൽ ജോലി കിട്ടണം, കല്യാണം കഴിയണം. അതിൽ കല്യാണത്തിന് ഏറ്റവും അനുകൂലമായ സമയമായിട്ട് ഇപ്പം പറയുന്നുണ്ട് അത് അടുത്ത നവംബർ വരെ. അതിൻ്റെ വോളിയം കുറക്കൂ. അപ്പോൾ അടുത്ത നവംബറിനുള്ളിൽ വിവാഹത്തിൻ്റെ കാര്യം നടക്കണം. ഹലോ ഹലോ ഹലോ. ആ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ വിവാഹം നടക്കണം. അപ്പോൾ അതിന് ചില തടസ്സങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അഷ്ടമത്തിൽ പേരിലൊരു ചൊവ്വ ഒക്കെ ഉണ്ട്. അത് വലിയ ചൊവ്വാദോഷമായിട്ട് കണക്കിലെടുക്കാനില്ല, എങ്കിലും ചൊവ്വയുണ്ട് അവിടെ. അപ്പോൾ അതിനൊക്കെ വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം. പിന്നെ 7ാം ഭാവാധിപൻ 6ാം ഭാവത്തിൽ നിൽക്കുക എന്നുള്ളതും കല്യാണ സംബന്ധമായിട്ട് നല്ലതല്ല. അപ്പോൾ അതിപ്പോൾ നിങ്ങളൊന്ന് ഇതിന് ഇനി 1 വർഷമല്ലേ ഉള്ളൂ വ്യാഴത്തിൻ്റെ അപഹാരം, അതിനു മുമ്പായിട്ട് കല്യാണം നടക്കുന്നതാണ് നല്ലത്. അപ്പോൾ പോരാതെ ഇപ്പം പൂയം നക്ഷത്രത്തിന് കണ്ടകശനിയുടെ ദോഷം അനുഭവിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാം കൂടി അതൊരു ആകെ കൂടി ഒരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ വന്നു ചേരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബന്ധപ്പെടുന്നത് നല്ലതാണ് എന്നെ. അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് ഈ കുട്ടിക്ക് വളരെ ഗുണമായി വരും. അത് ജോലി പിന്നെ നമുക്ക് നോക്കാം, അതിൻ്റെ വിഷയമില്ല. ജോലി പിന്നെ ശനിയുടെ അപഹാരത്തിലും പ്രശ്നമൊന്നുമില്ല. വ്യാഴം കഴിച്ച് ശനിയുടെ അപഹാരം 29 വയസ്സ് വരെ അതിന് സമയമുണ്ട്. പക്ഷെ കല്യാണത്തിന് ഈ 1 വർഷം പ്രധാനമാണ്. അപ്പോൾ അത് ഈ 1 വർഷത്തിനുള്ളിൽ നടത്താൻ കുറച്ച് പരിഹാരങ്ങൾ വേണ്ടി വരും. അത് നിങ്ങൾ എന്നെ ഒന്ന് ഈ പരിപാടി കഴിഞ്ഞാൽ എന്നെ വിളിച്ച് ബന്ധപ്പെടൂ. ഓക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ദേവിയെ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മഹാലക്ഷ്മി അഷ്ടകമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ദേവി സംപ്രീതിയാവും. പക്ഷെ ഈ വളർച്ച വന്ന വ്യക്തി ഇതൊക്കെ ചൊല്ലിയിട്ടായിരിക്കും അയാൾക്ക് ചിലപ്പോൾ വളർച്ച വന്നിട്ടുണ്ടാവുക. പിന്നെ അയാൾക്ക് ദേവിയെ ഓർമ്മയുണ്ടാവില്ല. പിന്നെ അയാൾ ഞാൻ പറഞ്ഞ പോലെ പരക്കം പായലായി. അപ്പോൾ പിന്നെ ഏതെങ്കിലും കാര്യമായ അടി കിട്ടി സൈഡാകുമ്പോഴാണ് ദേവിയെ വീണ്ടും ഓർമ്മ വരിക. പിന്നെ ഓടാൻ തുടങ്ങി ദേവിയെ വിളിച്ചിട്ട്, ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങി, വിളക്കെടുത്ത് വെച്ച് കത്തിക്കാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കില്ല ദേവി. ആ വഴിക്ക് മണ്ണിട്ട് കളയും ദേവി. എത്രയോ ആളുകൾക്ക് പറ്റിയ അബദ്ധമാണിത്. എത്രയോ എനിക്ക് നേരിട്ടറിയാം കുറേ പേരെ. അവരെ പിന്നെ എത്ര വിളിച്ചാലും ദേവി വിളി കേൾക്കില്ല. അത് ദേവിയുടെ പ്രത്യേക സ്വഭാവമാണ്. പലർക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അവരെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. മോശം കാലത്ത്, ഇപ്പോൾ ഞാനൊക്കെ മോശം കാലത്താണ് അമ്മയെ ആശ്രയിച്ചത്. തീർച്ചയായിട്ടും എല്ലാ വഴിയും അടഞ്ഞപ്പോഴാണ് മൂകാംബികയിലെത്തിയത് 30 കൊല്ലം മുമ്പേ. ഇനി മുമ്പോട്ട് 1 ഇഞ്ച് പോകാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴാണ് എൻ്റെ മുമ്പ് എനിക്ക് വേറെ വഴിയൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ മൂകാംബികയിലെത്തിയത്. അമ്മ എൻ്റെ കൈ പിടിച്ചു. പക്ഷേ ആ പിടിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങളിൽ ഏറ്റവും പീക്ക് ടൈമിലെത്തിയ സമയം പോലും എല്ലാ അർത്ഥത്തിലും ഞാൻ പീക്ക് ടൈമിലെത്തിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ലേശം താഴോട്ടാണ്. ഇപ്പം ഈ കോവിഡിൻ്റെ ഒക്കെ എന്നെയും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അന്നേരം ഞാൻ ദേവിയെ മറന്നിട്ടില്ല. ദേവിക്ക് വേണ്ടി ദിവസം 4 മണിക്കൂർ ഞാൻ മാറ്റി വെക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളൊന്നും 4 മണിക്കൂറൊന്നും മാറ്റി വെക്കണ്ട, നിങ്ങളൊരു 20 മിനിറ്റൊക്കെ മാറ്റിയാൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. എന്നെപ്പോലെ 4 മണിക്കൂറൊന്നും മാറ്റാൻ നിങ്ങൾക്കാവില്ല. എനിക്ക് അതിനുള്ള പ്രത്യേക സാഹചര്യം വന്നതുകൊണ്ടാണല്ലോ. ഏതായാലും ഒരു കോളുണ്ട്, വീണ്ടും ഇതിലേക്ക് വരാം. ഹലോ 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 കോള് കട്ടായി തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ദേവിയുടെ ഹലോ പറയൂ. ഹലോ കേൾക്കുന്നില്ലേ? നിങ്ങൾ എവിടുന്നാണ് വിളിക്കുന്നത്? പറയൂ, ഡേറ്റ് പറയൂ. ഡേറ്റ് 2000 ജൂൺ 24.
സമയം രാത്രി 1:02. നക്ഷത്രം പൂരിട്ടാതിയാണോ? അതെ. ആരുടേതാണ്? ആണിന്റെ ആണോ പെണ്ണിന്റെ ആണോ എന്ന് പറയൂ. ആണ് മോനാണ്. എന്താണ് മോനെ കുറിച്ച് അമ്മക്ക് അറിയേണ്ട വിഷയം? മോനിപ്പോ പഠിക്കുന്നതാണ്, PSC പഠിക്കുന്നതാണ്. ജോലിന്റെ എന്തെങ്കിലും? ജോലിയുടെ ഇപ്പോൾ ഉള്ള ശനി അങ്ങോട്ട് കഴിയണം. ആ ശനി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കാലം വരും. അത് 2022 കൂടി നിങ്ങളുടെ മകന് നല്ല കാലം വരും. ഇനിയും 2 വർഷം. അത് കഴിഞ്ഞാൽ പിന്നെ ബുധന്റെ ദശയാണ്. ബുധൻ ലഗ്നാധിപനായ ബുധൻ 10ാം ഭാവത്തിൽ നിൽക്കുകയാണ്. 10ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും യോഗം ചെയ്തിട്ട് നിൽക്കുന്നു. അത് കാണിക്കുന്നത് നിങ്ങളുടെ മകന് നിശ്ചയമായിട്ടും സർക്കാർ ജോലി ലഭിക്കുമെന്നുള്ള സാധ്യത തന്നെയാണ്. പോലീസ് ഇഷ്ടമാണോ? പോലീസ് ഇഷ്ടമാണെങ്കിൽ അതിന് പോയിക്കൊള്ളാൻ പറയും. ഇനി പട്ടാളം ഉണ്ടെങ്കിൽ അതും പറ്റും. സർക്കാരിന്റെ ശമ്പളം കിട്ടാനും തൊപ്പി തലയിൽ വെക്കാനും യോഗം കാണുന്നുണ്ട്. അപ്പൊ ഇത് 2 യോഗം ഒരുമിച്ചുള്ളത് കൊണ്ട് പട്ടാളം പോലീസ് ഏറ്റവും പ്രാധാന്യം. നല്ല ഒത്ത ശരീരമൊക്കെ ഉള്ള ചെക്കനല്ലേ? അതിനൊന്നും കുഴപ്പമില്ലല്ലോ. നല്ല ഒത്ത പയ്യൻ തന്നെയല്ലേ? അതിന് വേണ്ടിയിട്ട് എക്സസൈസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോ യാതൊരു സംശയവും വിചാരിക്കേണ്ടതില്ല. അത് പിന്നെ ഈ പറഞ്ഞ ശനിയിൽ പോലും 22 വയസ്സ് വരെ ശനി ഉണ്ടെങ്കിലും ഈ യോഗത്തിന്റെ ശക്തി കൊണ്ട് ശനിയിൽ തന്നെ അത് കിട്ടിപ്പോകും. പ്രത്യേകിച്ച് 9ാം ഭാവത്തിൽ നിൽക്കുന്ന ദൈവാനുഗ്രഹത്തോടു കൂടി വ്യാഴം 9ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അത് ഈ കുട്ടിയുടെ മുജ്ജന്മമായ ദൈവാനുഗ്രഹത്തെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ദൈവാനുഗ്രഹത്തിന്റെ ശക്തിയിൽ ഈ ഇപ്പം നടക്കുന്ന വ്യാഴത്തിന്റെ അപകാരത്തിൽ തന്നെ ചിലപ്പോൾ പണി കിട്ടിപ്പോവും. ബുധന്റെ ദശയിലാണ് എല്ലാ സൗഭാഗ്യങ്ങളും വരിക. ശനി കഴിയുന്നവരെ വലിയ സൗഭാഗ്യമൊന്നും ഉണ്ടാവില്ല. അത് ഇനിയിപ്പോൾ കിട്ടിയാലും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. പോലീസ് പണിയിൽ കുറച്ച് പട്ടാളം പോലീസിലൊന്നും അങ്ങനെ ട്രെയിനിങ് സമയത്ത് വലിയ പാൽപ്പായസം കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. എന്താണ് തോർത്തുമുണ്ട് പിഴിയുന്ന പോലെ പിഴിഞ്ഞു കളിയും പിള്ളേരെ. അത് സ്ട്രൈക്ക് ഫോഴ്സിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവമാണ്. പിന്നെയാണ് ആ ട്രെയിനിങ് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ട്രെയിനിങ്ങിൽ അത് അങ്ങനെ തന്നെയാണ്. ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു SI ചെക്കങ്ങ് ചെയ്ത് കാണില്ലേ? ഏതോ കിളവനെ പിടിച്ചടിച്ചിട്ട് നല്ലൊരു പണിയും തീർപ്പ്. അവൻ്റെ കാര്യം ഇനി വളരെ കഷ്ടമാണ്. വെറുതെ കൈത്തരിപ്പ് തീർക്കാൻ 80 വയസ്സ് 70 വയസ്സുള്ളവനെ തിരഞ്ഞെടുക്കാൻ പാടുണ്ട്. എന്തൊരു ദോഷം! അതാണ് അതുകൊണ്ടാണ് സമയം നോക്കണമെന്ന് പറയുന്നത്. അതൊക്കെ സമയദോഷം തന്നെയായിരിക്കും. അല്ലാതെ ആ ചെറുപ്പക്കാരന് എന്ത് ആവശ്യത്തിനാണ് ഒരു വയസ്സായ ഒരുത്തനെ പിടിച്ച് അടിക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ അത് ഒരു പോലീസുകാരന് പോലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കേസാണ് അവൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അവൻ്റെ സമയദോഷവും കൂടി. അതുകൊണ്ടാണ് ജ്യോതിഷം നോക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ വെറുതെ കടിച്ചിട്ട് ഏതോ വഴിയെ പോകുന്നവനെ പിടിച്ച് അടിക്കാൻ നിൽക്കുമോ? അപ്പോൾ അത് ഈ സമയം നോക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട്. അവൻ്റെയൊക്കെ ജാതകം പരിശോധിച്ചാൽ ഇതേപോലെ വലിയ പ്രശ്നങ്ങൾ ജാതകത്തിലുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആരാൻ്റെ വെറുതെ പാവപ്പെട്ടവൻ്റെ പിന്നെ മേത്തിട്ട് കയറാനും അവൻ്റെ കരണത്തിട്ട് പൊട്ടിക്കാനും ഒക്കെ തോന്നും. സംഗതി പോയത് അവന് തന്നെയല്ലേ. മറ്റു വേറെ ആ അടികിട്ടിയവനൊന്നും ഉണ്ടോ? കുറച്ച് നേരം വേദന എടുത്തു എന്നല്ലാതെ അയാൾക്കെന്തും ഉണ്ടോ? ഇവൻ്റെ സ്ഥിതിയല്ലേ ഇപ്പം കഷ്ടമായത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ജ്യോതിഷം നോക്കണമെന്ന് പറയുന്നത് എന്താണ് അവസ്ഥ, ഇതൊക്കെ മനസ്സിലാക്കാൻ ജ്യോതിഷം കൊണ്ട് മാത്രമേ ആവുള്ളൂ. അതുകൊണ്ടാണ് രാത്രിയിൽ വിളക്ക് കത്തിക്കാത്തവർക്ക് വീട്ടിലെ കാര്യം കാണാൻ കഴിയില്ല, ജാതകം നോക്കാത്തവനും അവൻ്റെ നല്ലതും കെട്ടവും തിരിച്ചറിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ മകന് യോഗം കറക്റ്റാണ്. ഇപ്പം ശനിയുടെ ദോഷങ്ങൾ ശമിച്ചിട്ട് വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് തന്നെ അവന് ഈ പറഞ്ഞ പോലെ അവൻ ശ്രമിക്കട്ടെ. എത്രമാത്രം കഠിനമായി ശ്രമിക്കുന്നു അതിന് കണക്കായിട്ടായിരിക്കും റിസൾട്ട്. അത് മകൻ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവനത് മനസ്സിലാക്കട്ടെ. ഈ സാക്രിഫൈസിന് തയ്യാറാവുക എന്നുള്ളതല്ലാതെ വേറെ എളുപ്പത്തിൽ ക്രിയ ചെയ്യാൻ നോക്കരുത്. അങ്ങനെയുണ്ട്. കുറുക്ക് വഴിയിൽ സഞ്ചരിക്കാനും നോക്കരുത്. അതൊന്നും ശാശ്വതമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. ഇപ്പം കുറച്ചു കാലം നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ അതൊരു 70 കൊല്ലത്തെ സുഖമാണ്. ഇവനൊക്കെ 90 വയസ്സ്, അന്നൊക്കെ 90 വയസ്സായിരിക്കും ആയുസ്. ഇപ്പം 68 വയസ്സ് 70 വയസ്സാണ് ശരാശരി ആയുസ്. ഇവനൊക്കെ വളർന്നു വരുമ്പോൾ 90-ന് മേലെ പോകും ആയുസ്. അങ്ങനെ വരുമ്പോൾ 90 ആയുസ് ഉള്ളപ്പോൾ ഇനി 70 കൊല്ലം ജീവിച്ചിരിക്കണം. അപ്പോൾ 70 കൊല്ലം ജീവിച്ചിരിക്കേണ്ടവൻ ഇപ്പം കുറച്ചു കാലം കഷ്ടപ്പെട്ടാൽ ആ 70 കൊല്ലം സുഖിക്കാം. അല്ലെങ്കിൽ എന്നും കഷ്ടപ്പാടും. അത് ചെറുപ്പത്തിൽ പഠിക്കാത്തവൻ്റെ കാര്യം അവനല്ലേ അറിയുള്ളൂ.
അപ്പോൾ സാഹചര്യം ഉണ്ടായിട്ടും പഠിക്കാത്തവൻ പിന്നെ അവൻ എപ്പോഴും കരച്ചിൽ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിയോട് ഞാൻ പറയുന്നു, ഇവൻ കഠിനാധ്വാനം ചെയ്യട്ടെ. ആ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. നല്ല തരത്തിലുള്ള ഭാവിയുണ്ട്. ബുധൻ്റെ ദശയിൽ എല്ലാ ഐശ്വര്യവും വന്നണിയും, സർവ്വവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുക തന്നെ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ദിവസങ്ങളിൽ ദേവിയെ നമ്മൾ പറഞ്ഞതുപോലെ നിത്യവും, ഇനി അങ്ങോട്ട് അടുത്ത ഞായറാഴ്ച വരെയാണ്. അടുത്ത ഞായറാഴ്ചയാണ് നവരാത്രി. എന്തായാലും പിന്നെ ഞാൻ കാലത്തെ വന്ന് നിങ്ങൾക്കുള്ള ഇത് ഫലങ്ങളൊക്കെ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ സാഹചര്യങ്ങൾ പിന്നെ നോക്കിയിട്ടായി ഞാൻ ഉറപ്പ് പറയുന്നില്ല. എങ്കിലും ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പിന്നെ തിങ്കളാഴ്ചയാണ് ദശമി. അപ്പോൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എന്തായാലും ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ദേവിയെ സംപ്രീതിയാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വ്രതത്തിന് വലിയ രൂപത്തിലുള്ള വിധികളില്ല എന്നുള്ളതാണ് നവരാത്രി വ്രതത്തിൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കണം. സാത്വികാഹാരം ശീലമാക്കുക, പുലരും മുമ്പേ ഉദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക, 2 നേരം ശരീരശുദ്ധി വരുത്തുക, അരിയാഹാരം 1 നേരം മാത്രമാക്കി മാറ്റുക, 2 നേരവും സന്ധ്യയ്ക്ക് മുമ്പേ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിക്കണമെന്ന് പിന്നെ പ്രത്യേകം പറയേണ്ടതില്ല. ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം, അത് നിർബന്ധമാണ്. പകൽ ഉറങ്ങാൻ പാടില്ല. ആരോടും നമ്മൾ കലഹത്തിന് പോകരുത്, ആരോടും മോശമായി പെരുമാറരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈശ്വരീയമായ സമ്പത്തുകളെ വർദ്ധിപ്പിക്കാനുള്ളതാണ് വ്രതമെന്ന് തിരിച്ചറിയണം. എന്തൊക്കെയാണ് ഈശ്വരീയമായ സമ്പത്ത്? കാരുണ്യം, അലിവ്, കരുണ, ഇതൊക്കെയാണ്. സ്നേഹം. അല്ല എല്ലാവരോടും തെറി പറഞ്ഞുകൊണ്ടും എല്ലാവരെയും ദ്രോഹിച്ചുകൊണ്ടും വ്രതമെടുത്തിട്ട് എന്ത് കാര്യം? ആസുരീയ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? മതമാത്സര്യ, കാമക്രോധ മതമാത്സര്യങ്ങൾ, അതൊക്കെയാണ് ആസുരീയമായ സമ്പത്തായിട്ട് വിശേഷിപ്പിക്കുന്നത്. എല്ലാത്തിനോടും ഒടുങ്ങാത്ത, എല്ലാം വെട്ടിപ്പിടിക്കണമെന്നുള്ള കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ക്രോധം, പിടിച്ചാൽ കിട്ടാത്ത ക്രോധം. ലോഭം, ആർത്തി, ഇങ്ങനെയുള്ള ദോഷങ്ങൾ. മതം, ഭയങ്കര ഞാനാണ്, എന്നെ കഴിച്ചിട്ടേ ഉള്ളൂ, എൻ്റെ കീഴിലാണ് ഇവിടെ ലോകം മുഴുവൻ. പിന്നെ വെറുതെ മത്സരബുദ്ധി. ഇങ്ങനെയുള്ള ആളുകൾ രക്ഷപ്പെടുകയില്ല. അപ്പം അതൊക്കെ എന്താണ്? ആസുരീയ ബുദ്ധികൾ, അല്ലെ ആസുരീയമായ സമ്പത്തുകളാണ്. നമ്മളത് ഓരോന്നോരോന്നായിട്ട് ഒഴിവാക്കി കൊണ്ടുവരണം. യൗവനത്തിൽ ഇതൊക്കെ കുറച്ച് ഉണ്ടാവും, അത് മനുഷ്യൻ്റെ സഹജമാണെന്ന് പറയുന്നു. യൗവനത്തിലെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടെ വിവേകാനന്ദനെ പോലെയുള്ള, അല്ലെങ്കിൽ ശങ്കരാചാര്യരെ പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാരായണ ഗുരുവിനെ പോലെയുള്ള മഹത്വമുള്ള ജന്മങ്ങൾ, അത് ഇപ്പോൾ എല്ലാവരെ കൊണ്ട് സാധിക്കില്ലല്ലോ. നമ്മൾ കുറച്ച് ഏജ് കൂടുമ്പോഴെങ്കിലും നമ്മൾ നന്നാവട്ടെ. എന്താടോ നന്നാവാത്തത് എന്ന് മുണ്ടക്കൽ ശേഖരനോട് മോഹൻലാൽ ചോദിച്ച പോലെ ചോദിക്കാൻ ഇടവരുത്തരുതല്ലോ. അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം ദേഹിമേം കൃപയാ ശംഭോ ത്വയി ഭക്തി മചഞ്ചലാം. അങ്ങനെ പ്രാർത്ഥിച്ച് കൂടേണ്ട സമയമായി ശേഖര. എന്താടോ നന്നാവാത്തതെന്ന് മോഹൻലാലിൻ്റെ സുപ്രസിദ്ധമായ ഡയലോഗ് എല്ലാവരും ഓർമ്മിക്കുന്നത് നല്ലതാണ്. പ്രായം കൂടുമ്പോഴെങ്കിലും കുറച്ചങ്ങ് നന്നായിക്കൂടെ? നന്നാവില്ല എന്ന് ഉറപ്പിച്ചാൽ പിന്നെ എന്താ ചെയ്യുക? അതിൻ്റെ ദുരന്തം, അതിനു വേണ്ടി അനുഭവിക്കേണ്ടി വരുന്നത് വലിയതായിരിക്കും. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെല്ലാത്തിനും കൃത്യമായ മറുപടിയുണ്ട് എന്ന് മനസ്സിലാക്കണം. ദ്രോഹം ചെയ്താൽ അനുഭവിക്കേണ്ടി വരും. വലിയ ദ്രോഹികളെയൊക്കെ ഒരുപാട് പഠനം നടത്തിയിട്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. പരദ്രോഹം അതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. അത് ഈ ജന്മത്തിൽ തന്നെയാണ്. മാരക രോഗങ്ങളൊക്കെ അവർക്ക് വേണ്ടി സംവരണം ചെയ്തതാണ്. അത്തരം സംവരണത്തിൽ നമ്മൾ ഉൾപ്പെടരുത്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അത് ശ്രദ്ധിക്കുക. ഞാനതിൽ ഉൾപ്പെടാൻ തയ്യാറല്ല എന്ന് വ്രതമെടുക്കുക ഈ നവരാത്രി കാലത്ത്. ആ നവരാത്രി കാലത്ത് നമ്മൾ അത്തരം ചിന്തയോടുകൂടി ദേവിയെ ആരാധിക്കുക. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് നന്മ വന്നണയുക തന്നെ ചെയ്യും. ദേവി നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ നവരാത്രി കാലത്തുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ചെയ്യുന്നത് ഓൺലൈനായിട്ട് മാത്രമാണ്.
ഇവിടെ കാണിക്കുന്ന ഈ നമ്പറിൽ 9388504419 എന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം. ഇതിലേക്ക് ഇത് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റിയ നമ്പറാണ്. അതിൽ ഗൂഗിൾ പേ ചെയ്യാം. എന്നിട്ട് ഞാൻ അതിനുശേഷം ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, പലരും വെറുതെ ഇങ്ങനെ ആവശ്യപ്പെടുന്നു. എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കതിനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പണം അയച്ചവർക്ക് മാത്രമേ ഞാൻ ഫലം പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അതിനെന്നോട് പരിഭവം അരുത്. കാരണം എനിക്ക് ദേവിയെ പൂജിക്കാനൊക്കെ ഒരുപാട് കാശിൻ്റെ ആവശ്യമുണ്ട്. അന്ന് മനസ്സിലാക്കണം, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇത് വലിയ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇയാളെന്താ ഒന്ന് വെറുതെ ഇങ്ങോട്ട് പറഞ്ഞു തന്നാലും വിചാരിച്ചു പോകരുത്. അങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് ഇനി അടുത്ത ആഴ്ച ശ്രമിക്കുക, അല്ലെങ്കിൽ പിന്നെയും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്കത് കിട്ടും. കിട്ടാത്തവരിങ്ങനെ പണം അയച്ചുകൊണ്ട് അറിയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നെ കേട്ട നിങ്ങൾക്കേവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.